ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നത് നമ്മളുടെ ഷോർട്ട് വീഡിയോയുടെ ഫുൾ വീഡിയോ ആയിട്ടാണ്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഫുൾ വീഡിയോ ഇടാനായിട്ട്. നമ്മളിതാ ഇതുപോലൊരു സൊല്യൂഷൻ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിലോ നമുക്ക് ബിരിയാണി പാത്രങ്ങളാണെങ്കിലും നമ്മുടെ കിച്ചണിലെ എല്ലാ വെസൽസും ഗ്ലാസിൻ്റെ ആണെങ്കിലും നമ്മുടെ ഏത് തരം പാത്രങ്ങളാണെങ്കിലും നമുക്കിതുപോലൊന്ന് ഇതിലിട്ട് കഴുകിയെടുക്കുകയാണെങ്കിലോ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നീടാണ് ഈ കറ പിടിച്ച് നമ്മളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനുകളും അതിലെല്ലാം ചായപാത്രങ്ങളൊക്കെ ആണെങ്കിലും കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ ഷെല്ലല്ല, നമ്മളെ പച്ച മുട്ട ഉണ്ടല്ലോ നമ്മൾ ബുൾസയൊക്കെ ചെയ്യുന്നത്, ആ മുട്ടയുടെ ഷെല്ല് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക, പൊടിച്ചെടുക്കണം നന്നായിട്ട്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. നിങ്ങൾക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജാറോട് കൂടി എടുത്തിട്ട് കുലുക്കുകയാണ് വേണ്ടത്, ഷേക്ക് ചെയ്യണം കേട്ടോ. തുറന്ന് നോക്കരുത്, കാരണം ഇതിൽ ഒരു പൊടിയുണ്ട്. ആ പൊടി പറന്ന് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര അലർജി ഉണ്ടാക്കും. ഇതുപോലെ നമ്മൾ പെട്ടെന്ന് തുറന്ന് കഴിഞ്ഞാൽ ഇത് അലർജി ഉണ്ടാക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ. നമ്മളെ സെറാമിക്സ് പൗഡറില്ലേ, അതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കണം. തുറന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചിട്ട് അതിലുള്ള വേസ്റ്റ് കളയണം. അത് നമ്മളിതാ ഒരു വെസലിലേക്ക് എടുക്കും കേട്ടോ. സ്റ്റീലിൻ്റെ ഒരു നല്ലൊരു പാത്രമാണ്. അതിലേക്ക് ഞാനും ഒരു 3-3.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ടൂത്ത് പേസ്റ്റാണ് നമ്മളുടെ കോൾഗേറ്റ് മാത്രമാണ് ഇടാൻ. നമ്മൾ വേറെ ഏതിട്ടാലും അത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും. ഇതാണ് നമുക്ക് നല്ല സ്മെല്ല് വരിക കേട്ടോ. പാത്രങ്ങളുടെ ക്ലാവൊക്കെ പോകാനായിട്ടും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇനി അടുത്തത് എടുക്കേണ്ടത് നമ്മുടെ ഫെയറിയാണ് ഏറ്റവും നല്ലത്. മറ്റുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ഫെയറുകളൊക്കെ കടകളിൽ കിട്ടാറുണ്ട്. അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു 6 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊന്ന് പയ്യെ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് കുറച്ച് വെള്ളം, നമ്മൾ 1 ലിറ്ററിൻ്റെ കണക്കാണ് പറഞ്ഞാൽ 1-1.25 ലിറ്റർ എടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിൽ മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളതിനെ ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പാത്രങ്ങൾ അത്ര ക്ലീൻ അല്ലാത്ത പാത്രമല്ല, എന്നാലും ഒരു ഉദ്ദേശത്തൊരു പാത്രം കാണിച്ചു തരാം. ചായയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. ഇത് ഞാൻ ഈ സൊല്യൂഷൻ ഇട്ട് തന്നെ ഞാനിതാ കഴുകി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് കഴുകി കഴിഞ്ഞു കേട്ടോ. കഴുകി കഴിഞ്ഞപ്പോൾ കണ്ടില്ല, ഇത് നല്ല ക്ലീനാണ് കേട്ടോ. എന്നാലും ഞാനൊന്ന് കാണിച്ചു തന്നാണ്. നല്ലൊരു തൊടുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഗ്രിപ്പോട് കൂടി ഇങ്ങനെ വരും, ഒരു ഒച്ചയോട് കൂടി. മറ്റതൊരു എണ്ണമെഴുക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള അതുപോലെ മുട്ട ബുൾസി ചെയ്യണം, താളിക്കണ ഒരു പാത്രം. 4 മാസമായിട്ട് ഞാൻ ഇത് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാട്ടോ. അത് മോളുടെ വീട്ടിലാണ്. അപ്പോൾ ഞാനിത് ഈ സൊല്യൂഷനും തൊട്ട് നമ്മൾ ആ പൗഡർ ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ച ആ പൗഡർ ഒരു 30 സെക്കൻഡ് കൊണ്ട് യൂസ് ചെയ്ത് ഞാൻ ക്ലീനാക്കി എടുത്താട്ടോ. അത്രയ്ക്ക് പെർഫെക്റ്റാണ് ഇത്. നമ്മൾ അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും, അതായത് ടോയ്ലറ്റ് മുതൽ നമ്മളെ വാഷ് ബേസിൻ, സിങ്ക് എല്ലാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. ഫ്രിഡ്ജൊന്നും ക്ലീൻ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത് പ്രില്ല് ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ ബോട്ടിലുള്ളത്. അതെനിക്ക് ചെറിയൊരു അലർജി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പം ഇത് എല്ലാവരും യൂസ് ചെയ്യുക. ഇതൊന്ന് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഫെയറിയും ഈ കോൾഗേറ്റും മാത്രം ഉപയോഗിച്ച് ഇത് യൂസ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ആ പൗഡർ ഉപയോഗിച്ചിട്ട് കറകളും പാടുകളൊക്കെ ഉള്ള സ്ഥലം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ മാസ്സലാമ.